ഹല്ലേലൂയ. പരിപാലനം ഇല്ലാത്തിടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്, പക്ഷേ അധോഗതി പ്രാപിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാമുണ്ട്, സകലതുമുണ്ട്, എന്നാൽ അധോഗതി പ്രാപിക്കുന്നു. അതിന് കാരണം പരിപാലനമില്ലാത്തത് കൊണ്ട്, അതായത് ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ട്. അപ്പം പരിപാലനം വേണമെങ്കിൽ അവിടെ ഒരു പരിപാലകൻ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. എക്സാമ്പിളായിട്ട് പറയാം, നമ്മുടെ ലോകത്ത് ആഫ്രിക്കയിൽ ലോകത്തിൻ്റെ എല്ലാ മിനറൽസും ഏറ്റവും അധികമുള്ളത് ആഫ്രിക്കയിലാണ്. അതായത് ലോകത്തിലെ സ്വർണത്തിൻ്റെ 40%, സ്വർണത്തിൻ്റെ 40% ഉള്ളത് ആഫ്രിക്കയിലാണ്. ഡയമണ്ടിൻ്റെ 50% ഉള്ളത് ആഫ്രിക്കയിലാണ്. ക്രോമിയം എന്ന് പറഞ്ഞ വിലപിടിപ്പുള്ള അസംസ്കൃത വസ്തുവിൻ്റെ വില 90%, പ്ലാറ്റിനത്തിൻ്റെയും കൊബാൾട്ടിൻ്റെയും ഒക്കെ 90% ആഫ്രിക്കയിലാണുള്ളത്. അതുപോലെ തന്നെ യുറേനിയം 30% ഉണ്ട്. ലോകത്തിൻ്റെ എണ്ണ സംഭരണത്തിൻ്റെ 12% ആഫ്രിക്കയിലാണുള്ളത്. എന്നാൽ അവിടെ ജനം പട്ടിണി അനുഭവിക്കുകയാണ്, ദാരിദ്ര്യം അനുഭവിക്കുകയാണ്. അതിന് കാരണം അവിടെ അവർക്കൊരു വ്യക്തമായൊരു ലീഡർഷിപ്പ് ഇല്ലാത്തത് കൊണ്ടാണ്. അവിടെ ഒരു ശക്തനായൊരു ലീഡർ, ഒരു ശക്തനായൊരു ലീഡറും ആ ലീഡറിൻ്റെ കീഴിൽ ആ ജനവും ഇല്ലാത്തതാണ് അവിടെ ഈ ദാരിദ്ര്യം അനുഭവിക്കുന്നതിൻ്റെ കാരണം. യേശുക്രിസ്തു ഒരിക്കൽ ജനത്തെ കുഴഞ്ഞവരും ചിന്യവരും ആയി കണ്ടിട്ട് അവർ പരിപാലനമില്ലാതെ തെറ്റി ഉഴലുന്നത് കണ്ടിട്ട് അവരെക്കുറിച്ചും മനസ്സലിഞ്ഞു, അവരെ രോഗികളെ സൗഖ്യമാക്കിയെന്ന് വായിക്കുന്നു. അപ്പോൾ പരിപാലനമില്ലാത്ത ഇടത്താണ്, പരിപാലകൻ ഇല്ലാത്ത ഇടത്താണ്, ലീഡർ ഇല്ലാത്തയിടത്താണ്, പരിപാലകൻ ഇല്ലാത്ത ഇടത്താണ് അധോഗതി പ്രാപിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു വന്നത് ഒരു പരിപാലകനായിട്ടാണ്, ഇടയനായിട്ടാണ്, ഇടയശ്രേഷ്ഠനായിട്ടാണ് വന്നത്. പുരോഹിതൻ, മഹാപുരോഹിതനായി, പൗരോഹിത്യത്തിൻ്റെ നേതൃത്വം, കിങ് ഓഫ് കിങ്, രാജാതിരാജനായിട്ട്, വീരനാം ദൈവമായിട്ട്, അത്ഭുത മന്ത്രി, അത്ഭുതത്തിൻ്റെ മന്ത്രിയായിട്ട്, മിനിസ്റ്ററായിട്ട്, മിറാക്കിൾ മിനിസ്റ്റർ ആയിട്ടാണ് യേശു ക്രിസ്തു വന്നത്. അപ്പോൾ ഈ ലീഡർഷിപ്പിൻ്റെ എല്ലാം ലീഡറാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു ഒരാളുടെ ഉള്ളിലേക്ക് വന്നാൽ അയാൾ ഡിസിപ്ലിനിലേക്ക് പോകും. ഡിസിപ്ലിൻ ഇല്ലാത്തതിൻ്റെ കാരണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി ഡിസിപ്ലിൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ് ഉള്ള അസറ്റുകൾ ശരിയായി വിനിയോഗിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ, യേശുവിൻ്റെ കയ്യിൽ 2 അപ്പം 2 മീന്, 5 അപ്പം 2 മീന്, അങ്ങനെ 5 അപ്പവും 2 മീനും പരിപാലകൻ്റെ കയ്യിലെത്തിയപ്പോൾ അത് 5000 പുരുഷന്മാർ, അതായത് 25,000 മനുഷ്യർ തിന്ന് അവരുടെ വയറ് നിറഞ്ഞു. 12 കുട്ട ശേഷിപ്പ് വന്നു. അപ്പം
സാറ്റിസ്ഫൈഡുമായി, ഓവർഫ്ലോയിങ് ഉണ്ടായി. അപ്പം എവിടെയാണ് കുറച്ച് കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. 2 മീന്, 5 അപ്പം, 2 മീന്. ഇത് യേശുവിൻ്റെ കയ്യിലെത്തിയപ്പോൾ അത് വർധനവിലേക്ക് പോയി. ഇവിടെ നേരെ തിരിച്ചാണെങ്കിൽ ആഫ്രിക്കയുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പരിപാലകനില്ലെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ അത് അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥ. യേശു ക്രിസ്തുവിൻ്റെ ലീഡർഷിപ്പിൻ്റെ കീഴിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന, അതായത് പരിശുദ്ധാത്മാവ് ഒരു ലീഡറാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ പലപ്പോഴും പഠിച്ചു വച്ചിരിക്കുന്ന ഹെൽപ്പറാണെന്നാണ് പഠിച്ചു വച്ചിരിക്കുന്നത്. നമ്മളെ സഹായിക്കുക, നമ്മളെ അസിസ്റ്റ് ചെയ്യാന്ന്. വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിന് കീഴടങ്ങി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അസിസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് ലീഡർഷിപ്പ്. അപ്പോൾ ലോഡ്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു ലീഡർഷിപ്പിന് കീഴിലേക്ക് വരിക എന്നാണ്. അപ്പോൾ ദൈവത്തിന് കർത്തൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ലീഡർഷിപ്പിന് കീഴിൽ വരിക എന്നാണ്. അതിനെക്കുറിച്ച് വചനം ഇങ്ങനെ പറയുന്നത്, എൻ്റെ ബലമുള്ള കൈ കീഴെ നീ താന്നിരിക്കുക, ഞാൻ നിന്നെ ഉയർത്തും എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ ലീഡർഷിപ്പിൻ്റെ കർത്തൃത്വത്തിൻ്റെ അടിയിലേക്ക് അകത്തേക്ക് വന്നാൽ നമ്മൾ ചെറിഷാവാൻ തുടങ്ങും, ഫ്ലറിഷാവാൻ തുടങ്ങും. യേശുവിൻ്റെ കയ്യിലേക്ക് പോയ 5 അപ്പവും 2 മീനും പോലെ ഓവർഫ്ലോയിങ് ആയിട്ടുള്ള ബ്ലെസ്സിങ് വരാൻ തുടങ്ങും. ഇപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, ദൈവമാണത് ബോധ്യപ്പെടുത്താൻ. നീ ലീഡർഷിപ്പിൻ്റെ കീഴിലാണെങ്കിൽ, ലോഡ്ഷിപ്പിൻ്റെ കീഴിലാണെങ്കിൽ ലോകം വിധി എഴുതുന്നത് പോലെ ആയിരിക്കില്ല നിന്റെ അന്ത്യസ്ഥിതി. അതായത് പൂർവകാലത്തേക്കാൾ മനോഹരമായിരിക്കും നിന്റെ അന്ത്യകാലം എന്ന് ദൈവവചനം പറയും. അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ചിന്തിക്കേണ്ട, ആ ലോഡ്ഷിപ്പിലേക്ക്, കർത്താവിൻ്റെ ലീഡർഷിപ്പിൻ്റെ കീഴിലേക്ക് നമ്മളെ സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. അതിൻ്റെ അർത്ഥം പ്രവൃത്തി കൂടാതെ ഇരിക്കുക എന്നല്ല, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക എന്നല്ല. ആ ലോഡ്ഷിപ്പിൻ്റെ നമ്മുടെ സെർവിങ് മെൻറ്റാലിറ്റി, ഒരു സേവന മനോഭാവം എന്നതിലുപരിയായി ഒരു ജോലിക്കാരൻ്റെ മനോഭാവം വിട്ടിട്ട് ആ മാസ്റ്റർ മൈൻഡിൻ്റെ കീഴടങ്ങി പ്രവർത്തിക്കണം. ഒരു ഗുരുവിൻ്റെ കീഴിൽ പ്രവർത്തിക്കണം. പത്രോസിനെ തിരഞ്ഞെടുത്തിട്ട് യേശുവിൻ്റെ കൂടെ ഇരുന്നതിന് ശേഷം അവരെ പ്രവർത്തിക്കാനായി അയക്കുന്നുണ്ട്. പ്രവർത്തിക്കാനായി അയച്ചത് കൊണ്ടാണ് ഒരു ബൈബിളിൽ ഒരു അധ്യായം തന്നെ ഉണ്ടായത്, അപ്പോസ്തല പ്രവർത്തികൾ. അപ്പോൾ യേശുവിൻ്റെ കൂടെ ഇരുന്ന അപ്പോസ്തലന്മാർ പ്രവർത്തിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം പരിശുദ്ധാത്മാവ് വന്നപ്പോഴും അപ്പോസ്തലന്മാർ പ്രവർത്തിച്ചു. അപ്പോൾ ശരിക്കും ആക്ടിവേറ്റ് ആയപ്പോഴാണ് പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് ആ പ്രവർത്തികളുടെ അധ്യായം തന്നെ, ഒരു ചാപ്റ്റർ തന്നെ, ഒരു ലെസൺ തന്നെ ഉണ്ടായത്. അപ്പോസ്തല പ്രവൃത്തി ഉണ്ടായത് പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ്. അപ്പോസ്തലന്മാർക്കുണ്ടായത് ഒരു പ്രവൃത്തി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായത്, ഒരു ലെസൺ ഉണ്ടായത് തന്നെ. ഹല്ലേലൂയ, സ്തോത്രം, പരിശുദ്ധാത്മാവെന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരു പുതിയ ഹിസ്റ്ററി, പുതിയൊരു ചരിത്രം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്രവൃത്തിയുടെ ചരിത്രം, വിശ്വാസത്തിൻ്റെ ചരിത്രം മാത്രമല്ല, അത്ഭുതങ്ങളുടെ ഒരു ഹല്ലേലൂയ ഒരു പരമ്പര തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. സൗഖ്യത്തിൻ്റെ ഒരു പരമ്പര, സമാധാനത്തിൻ്റെ ഒരു പരമ്പര, അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഒരു പരമ്പര, ഒരു ഉണർവിൻ്റെ തലമുറയുടെ പരമ്പര ഉണ്ടാവുകയാണ്. ഹല്ലേലൂയ.
അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യുന്ന ഒരു തേർഡ് ജനറേഷൻ ഹല്ലേലൂയ വരുന്നതിനായി ഞാൻ നന്ദി പറയുന്നപ്പ. ഞാൻ കാണുകയാണ് ഹല്ലേലൂയ, പുതിയൊരു തലമുറയെ ഞാൻ കാണുകയാണ്. വിശ്വാസത്തിൻ്റെ തലമുറ, അത്ഭുതത്തിൻ്റെ തലമുറ, മഹാത്ഭുതത്തിൻ്റെ തലമുറ. ഹല്ലേലൂയ, എല്ലാ മേഖലകളും കൈയടക്കുന്ന ഒരു തലമുറ, ടെക്നോളജികൾ കൈയടക്കുന്ന ഒരു തലമുറ. ഹല്ലേലൂയ, ബിസിനസ്സുകൾ കൈയടക്കുന്ന ഒരു തലമുറ, രാജ്യങ്ങളെ ഹല്ലേലൂയ കീഴ്മേൽ മറിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരുന്നത് ഞാൻ കാണുന്നു. ഫിനാൻഷ്യൽ മേഖലയെ കൈപ്പിടിയിൽ ഒതുക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരുന്നത് ഞാൻ കാണുന്നു. വിശ്വാസ ലോകത്തെ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കുന്ന ഒരു തലമുറയെ ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ സംഭവിക്കുന്നതിനായി ഞാൻ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗോഡ് ബ്ലസ് യു.